മനുഷ്യർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേക ഒരു ധാരണ എങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയി കുറേ ദിവസം ധ്യാനിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ധ്യാനങ്ങളൊക്കെ കൂടിയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയല്ല എനിക്ക് കൃപകൾ കിട്ടിയത്. നിരന്തരം ദൈവവചനം വായിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ ജ്ഞാനവും കൃപകളൊക്കെ കിട്ടിയത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ പ്രൊഫഷണലായിട്ടുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ നിങ്ങൾക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവവചനം വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാറുണ്ട്. അത് സത്യവുമാണ്. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അവരുടേതായ മേഖലകളിൽ കുറേ മുമ്പുണ്ടായിരുന്നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ ജ്ഞാനത്തിൻ്റെ മേഖല, അതായത് ഈ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, പിന്നെ സയൻറ്റിസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ ജ്ഞാനത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ദൈവവചന ഭാഗങ്ങൾ, അതായത് ജ്ഞാനം, പ്രഭാഷകൻ, സുഭാഷിതം, സഭാപ്രസംഗൻ, സങ്കീർത്തനം, ഈ 5 പുസ്തകങ്ങൾ, അതായത് ജ്ഞാനം, പ്രഭാഷകൻ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗൻ, സങ്കീർത്തനം, ഈ 5 പുസ്തകങ്ങൾ നിരന്തരം പറ്റുമ്പോഴൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഭയങ്കര വികാസമാണ് ഉണ്ടാകുന്നത്. സ്ഫോടനാത്മകമായ രീതിയിലുള്ള ബുദ്ധിവികാസം ഉണ്ടാകും. ഇത് ഞാൻ ഈ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് 18 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു എൻജിനീയറാണ്, ഞാൻ പറഞ്ഞു, കേരളത്തിൽ എല്ലാ വീടുകളിലും നിർബന്ധമായും ഒരു AC വീതം പിടിപ്പിക്കുന്ന ഒരു കാലം വരും, അങ്ങനെ കണക്കാക്കി വേണം നിങ്ങൾ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് തമാശ ശരിയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴെന്താണ്, ഒരു AC പോലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഒരു AC എങ്കിലും വെക്കത്തക്ക രീതിയിലുള്ള താപനിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്, മണൽ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്താ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നെന്താണ്, മണലും അങ്ങനെ കല്ല്, അങ്ങനെയുള്ള സർവ്വസാധനം ഇറക്കുമതി ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉൾക്കാഴ്ച എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നൽകിയ ജ്ഞാനമാണ് എന്നെ ആ ഒരു ഉൾക്കാഴ്ചയിൽ എത്തിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങളുടെ ജോലി സംബന്ധമായ, അല്ലെങ്കിൽ വ്യക്തി ജീവിതമായിക്കോട്ടെ, ജോലി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, എന്തിലും നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം ദൈവവചനം വായിക്കുകയും കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയെ കടത്തിവെട്ടാൻ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. അത് എൻ്റെ അനുഭവമാണ്. ആളുകൾ അംഗീകരിച്ചു എന്ന് വരികയില്ല, പക്ഷേ ആ ബുദ്ധിശക്തിയെ കവച്ചു വെക്കാൻ മറ്റൊരു ബുദ്ധി ഉണ്ടാവുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ പലരിലും പരീക്ഷിച്ച കാര്യങ്ങൾ കൂടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജ്ഞാനം, പ്രഭാഷകൻ, സുഭാഷിതം, ഈ 3 പുസ്തകങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കണം. ജ്ഞാനം, പ്രഭാഷകൻ, സുഭാഷിതം, ഈ 3 പുസ്തകങ്ങൾ നിരന്തരം നിർബന്ധമായും കുറേ നാളത്തേക്ക് നിങ്ങൾ വായിക്കുക. അപ്പം നിങ്ങൾക്ക് ദൈവിക ജ്ഞാനം കിട്ടും. ഈ ദൈവിക ജ്ഞാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനവും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള അറിവും കൂടിയാണ് ആ കൂടെ തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും.